Hi dears, today we are going through section A of History of English Language. This section unfolds the gradual development of English from a parent language through Old, Middle and Modern English period. നമുക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ ഒരു എവല്യൂഷനാണ് ഈ ഒരു സെക്ഷൻ എയിൽ പറയുന്നത്. ഓൾഡ്, മിഡിൽ, മോഡേൺ ഇംഗ്ലീഷ് പീരിയഡ്സിലൂടെ ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ ഒരു പരിണാമമാണ് നമുക്കിതിൽ കാണാൻ സാധിക്കുക. First one, language families. A large group of related languages makes a language family. പരസ്പരം റിലേറ്റഡ് ആയിട്ടുള്ള ലാംഗ്വേജസിൻ്റെ ഒരു ഗ്രൂപ്പിനെയാണ് ലാംഗ്വേജ് ഫാമിലി എന്ന് പറയുന്നത്. അബൌട്ട് 250 to 300 distinctive language families in the world. അറ്റ്ലീസ്റ്റ് 300 വരെ ലാംഗ്വേജ് ഫാമിലീസ് ഉണ്ടെന്നാണ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇൻഡോ യൂറോപ്യൻ, സിനോ ടിബറ്റൻ, നിഗർ, കോങ്കോ, ആഫ്രോ ഏഷ്യാറ്റിക്, Austronesian, Dravidian, Austroasiatic, Altaic, Uralic, Caucasian, etc. We have to study about Indo-European language family in detail. It's a family of related languages that today are widely spoken in the America, Europe, and also Western and Southern Asia. For example, Spanish, French, Portuguese, Italian, etc. അമേരിക്ക, യൂറോപ്പ്, വെസ്റ്റേൺ ആൻഡ് സദേൺ ഏഷ്യ എന്നിവിടങ്ങളിലൊക്കെ ഇന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ലാംഗ്വേജസിൻ്റെ അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ലാംഗ്വേജസിൻ്റെയും ഒരു ഫാമിലിയാണ് ഇൻഡോ യൂറോപ്യൻ ലാംഗ്വേജ് ഫാമിലി എന്ന് പറയുന്നത്. ഇറ്റ് വാസ് ഡിറൈവ്ഡ് ഫ്രം a hypothetical language known as Proto-indo European language, which is no longer spoken. It was spoken by nomadic tribes around the Black Sea in 3400 BC. There were no writing system in Proto-indo European language family. ഇൻഡോ യൂറോപ്യൻ ലാംഗ്വേജ് ഡിറൈവ് ചെയ്തിട്ടുള്ളത് ഒരു സാങ്കല്പിക ലാംഗ്വേജ് ആയിട്ടുള്ള പ്രോട്ടോ-ഇൻഡോ യൂറോപ്യൻ, അതായത് പിന്നെ ഈ നൊമാഡിക് ട്രൈബ്സ് സംസാരിച്ചിരുന്ന ബ്ലാക്ക് സീയിലുണ്ടായിരുന്ന നൊമാഡിക് ട്രൈബ്സ് സംസാരിച്ചിരുന്നതെന്ന് പറയപ്പെടുന്ന പ്രോട്ടോ-ഇൻഡോ യൂറോപ്യൻ ലാംഗ്വേജ് ആണ് ഈ ഇൻഡോ യൂറോപ്യൻ ലാംഗ്വേജിന്റെ ആൻസസ്റ്റർ ആയിട്ട് അറിയപ്പെടുന്നത്. അതിലൊരു റൈറ്റിംഗ് സിസ്റ്റം ഉണ്ടായിരുന്നില്ല. Indo European language is the parental language of almost languages of Europe and some of the Asian languages. ഓൾമോസ്റ്റ് എല്ലാ യൂറോപ്യൻ ലാംഗ്വേജസിൻ്റെയും അതുപോലെ കുറച്ച് ഏഷ്യൻ ലാംഗ്വേജസിൻ്റെയും ഒക്കെ ആൻസസ്റ്റർ ആയിട്ട് അല്ലെങ്കിൽ പാരന്റൽ ലാംഗ്വേജ് ആയിട്ട് അറിയപ്പെടുന്നത് നമ്മുടെ ഇൻഡോ യൂറോപ്യൻ ലാംഗ്വേജിനെയാണ്. It was split up to 8 distinct groups of dialects by 2000 BC. There were Eastern Sanskrit, Armenian, Greek, Albanian, Italic, Balto-Slavonic, Primitive, Germanic and Celtic. ഇൻഡോ യൂറോപ്യൻ ലാംഗ്വേജിനെ 8 ഡയലക്ട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ 8 ഡയലക്ട്സിനെയും വീണ്ടും 2 ബ്രാഞ്ചസ് ആയിട്ട് സബ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് മീൻസ് ദി കെൻഡം ആൻഡ് ദി ശതം ഗ്രൂപ്പ്. കെൻഡം ഗ്രൂപ്പ് എന്ന് പറയുന്നത് വെസ്റ്റേൺ ഗ്രൂപ്പും ശതം ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഈസ്റ്റേൺ ഗ്രൂപ്പും. കെൻഡം ഗ്രൂപ്പിൽ വരുന്നതാണ് ഹെലനിക്, ഇറ്റാലിക്, കെൽറ്റിക് ആൻഡ് ജർമാനിക്. ശതം ഗ്രൂപ്പിൽ വരുന്നതാണ് ഇൻഡോ ഇറാനിയൻ, അൽബേനിയൻ, അർമേനിയൻ ആൻഡ് ബാൾട്ടോ സ്ലാവിക്. First of all, we have to talk about Kingdom group. First one is Celtic. This branch contains 2 sub-branches called Continental Celtic and Insular Celtic. In 1st century BC, Celtic-speaking tribes dominated a very significant area of Europe. After the arrival of Romans, Celtic was replaced by Latin. The chief continental language was, that means the chief continental Celtic language was Gaulish. Insular Celtic developed in the British Isles after Celtic-speaking tribes entered around the 6th century BC. അതുപോലെ അയർലൻഡിലും ഇൻസുലാർ കെൽറ്റിക് ഫ്ലറിഷ് ചെയ്തിട്ടുണ്ട് ബിക്കോസ് ഓഫ് ദ ജിയോഗ്രഫിക്കൽ ഐസൊലേഷൻ വിച്ച് കെപ്റ്റ് അയർലാൻഡ് റിലേറ്റീവ്ലി സേഫ് ഫ്രം ദി റോമൻ ആൻഡ് ആംഗ്ലോ സാക്സൺ invasion. Only Celtic languages still spoken today are Irish Gaelic, Scottish Gaelic, Welsh and Britain. ഇതെല്ലാം വന്നിട്ടുള്ളത് ഇൻസുലാർ കെൽറ്റിക്കിൽ നിന്ന് തന്നെയാണ്.
Today, Celtic can see only in the far corners of France and British Isles. Next one is Hellenic, that means Greek. Hellenic is a language of which has a written history of more than 3,000 years. It was a language spoken in and around the Greek regions. The earliest surviving written evidence of a Greek language is Mycenaean, the dialect of Mycenaean civilization, mainly found on clay tablets and ceramic vessels on the Isle of Crete. Mycenaean didn't have an alphabetic written system, rather it had a syllabic script known as the linear B script. 3000 വർഷത്തെ ഒരു റിട്ടൺ ഹിസ്റ്ററി ഉള്ള ലാംഗ്വേജ് ആണ് ഗ്രീക്ക് അഥവാ ഹെലനിക് ലാംഗ്വേജ് എന്ന് പറയുന്നത്. അതിൽ പ്രധാനപ്പെട്ടത് മൈസീനിയൻ ലാംഗ്വേജ് ആണ്. ഇവർക്കൊരു ആൽഫബറ്റിക് റിട്ടൺ സിസ്റ്റം ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ അവർക്കൊരു സിലബിക് സ്ക്രിപ്റ്റ് ഉണ്ടായിരുന്നു, ലീനിയർ ബി സ്ക്രിപ്റ്റ് എന്ന് പറയുന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന. അത് അവർ ക്ലേയിലും അതുപോലെ വെസൽസിലും എല്ലാം കുത്തിവെച്ചിട്ടുണ്ടായിരുന്നു. The first alphabetic inscriptions have been dated back to the early 8th century BC, which is probably by the time when the Homeric epics Iliad and Odyssey reached their present form. There were many Greek dialects such as Ionic, Aeolic, Akkadian, Doric, and Northwest Greek. But Attic, which was a subdialect of Ionic, became the standard literary language during the Classic period because it was the dialect of Athens. Athens had a cultural supremacy in the 5th century BC. The most famous Greek poetry and prose written in classical times were written in Attic dialect. Aristophanes, Aristotle, Euripides, Plato are just a few examples of authors who wrote in Attic. Greek dialectsൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഡയലക്റ്റ് എന്ന് പറയുന്നത് ആറ്റിക് ആണ്. ബിക്കോസ് ഇറ്റ് വാസ് ദി ഡയലക്റ്റ് ഓഫ് ഏതൻസ്. ഏതൻസിന് ഒരു കൾച്ചറൽ സുപ്രീമസി ഉണ്ടായിരുന്നു 5th century BC. സോ അതുപോലെ അരിസ്റ്റോട്ടിൽ, പ്ലേറ്റോ, അരിസ്റ്റോഫെയിൻസ്, എറിയോപ്പിഡസ് തുടങ്ങിയവരൊക്കെ ഈ ആറ്റിക് ലാംഗ്വേജിലാണ് തങ്ങളുടെ റൈറ്റിംഗ്സ് എഴുതിയിട്ടുണ്ടായിരുന്നത്. Then the next one is Italic. Italic language. ഇറ്റാലിയൻ പെനിസുലയിൽ predominant ആയിട്ടുള്ള ലാംഗ്വേജ് ആയിരുന്നു ഇറ്റാലിക് ലാംഗ്വേജ്. They were not natives of Italy. They entered Italy crossing the Alps around 1000 BC and gradually moved southward. ലാറ്റിൻ ആയിരുന്നു ഇവരുടെ പ്രധാനപ്പെട്ട ലാംഗ്വേജ്. ഈ ബ്രാഞ്ചിലെ ഏറ്റവും പ്രധാനപ്പെട്ട ലാംഗ്വേജ് എന്ന് പറയുന്നത് ലാറ്റിൻ ആയിരുന്നു. 7th century BCയിലാണ് ലാറ്റിനിലുള്ളൊരു ഫസ്റ്റ് ഇൻസ്ക്രിപ്ഷൻ ഉണ്ടാവുന്നത്. റോമൻ സാമ്രാജ്യമാണ് ലാറ്റിൻ ഭാഷയുടെ വളർച്ചയ്ക്കുണ്ടായ കാരണം. പ്രധാനപ്പെട്ട റോമൻ ഓതേഴ്സ് ആയിട്ടുള്ള ഓവിഡ്, സിസറോ, സിനേക്ക, പ്ലിനി, മാർക്കസ്, ഓറേലിയസ് ഇവരെല്ലാം ക്ലാസിക്കൽ ലാറ്റിൻ എന്നുള്ള ഒരു വെറൈറ്റി ഓഫ് ലാറ്റിൻ ലാംഗ്വേജ് ആണ് അവരുടെ റൈറ്റിംഗ്സിലൊക്കെ യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ബ്രാഞ്ചിലുള്ള മറ്റ് ലാംഗ്വേജസ് ആണ് ഫെലിസ്കൻ, സബേലിക്, അംബ്രിയൻ, സൗത്ത് പിസിൻ ആൻഡ് ഓസ്കൻ. Today, Romance languages are the only surviving descendants of the Italic branch. പ്രധാനപ്പെട്ട റൊമാൻസ് ലാംഗ്വേജസ് ആണ് ഫ്രഞ്ച്, ഇറ്റാലിയൻ, സ്പാനിഷ്, പോർച്ചുഗീസ്, റുമാനിയൻ, പ്രൊവിൻഷ്യൽ ആൻഡ് കാറ്റലാൻ. Then the next one is Germanic language. Germanic languageനെ 3 സബ് ബ്രാഞ്ചസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഈസ്റ്റ് ജർമാനിക്, നോർത്ത് ജർമാനിക് ആൻഡ് വെസ്റ്റ് ജർമാനിക്. ആദ്യം ഈസ്റ്റ് ജർമാനിക് നോക്കാം. ഈസ്റ്റ് ജർമാനിക് എന്ന് പറയുന്നത് കറന്റ്ലി എക്സ്റ്റിൻക്റ്റ്. ഇറ്റ് വാസ് എ ഗൗതിക് ലാംഗ്വേജ്. നോർത്ത് ജർമാനിക് കണ്ടെയ്നിങ് Old Norse, that is the ancestor of all modern Scandinavian languages. എല്ലാ സ്കാൻഡിനേവിയൻ ലാംഗ്വേജസിന്റെയും ആൻസസ്റ്റർ ആയിട്ടുള്ള ഓൾഡ് നോർസ് ആണ് ഈ നോർത്ത് ജർമാനിക് എന്ന് പറയുന്ന ബ്രാഞ്ചിൽ ഉൾപ്പെടുന്നത്. ഈ ഓൾഡ് നോർസിനെ തന്നെ 2 ആയിട്ട് സബ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ഈസ്റ്റ് നോർസ് എന്നും മറ്റൊന്ന് വെസ്റ്റ് നോർസ് എന്നും. ഈ ഈസ്റ്റ് നോർസിൽ പെട്ടിട്ടുള്ള ലാംഗ്വേജസ് ആണ് സ്വീഡിഷ് ആൻഡ് ഡേനിഷ്.
വെസ്റ്റ് നോർസിൽ പെട്ടതാണ് നോർവീജിയൻ ആൻഡ് ഐസ്ലാൻഡിക്. വെസ്റ്റ് ജർമാനിക്കിൽ പെട്ടതാണ് ഓൾഡ് ഇംഗ്ലീഷ്, ഓൾഡ് സാക്സൺ ആൻഡ് ഓൾഡ് ഹൈ ജർമ്മൻ. വെസ്റ്റ് ജർമാനിക്കിലെ മറ്റു ഭാഷകളാണ് ഹൈ ജർമ്മൻ, ലോ ജർമ്മൻ, ആംഗ്ലോ ഫ്രിഷ്യൻ. ഹൈ ജർമ്മൻ പിന്നീട് മോഡേൺ ജർമ്മൻ ആയിട്ട് മാറി, ലോ ജർമ്മൻ ഡച്ച് ആയിട്ട് മാറുകയും ആംഗ്ലോ ഫ്രിഷ്യൻ പിന്നീട് ആംഗ്ലോ സാക്സൺ ആയി മാറുകയും ആംഗ്ലോ സാക്സൺ മിഡിൽ ഇംഗ്ലീഷ് ആയിട്ടും മിഡിൽ ഇംഗ്ലീഷ് പിന്നീട് മോഡേൺ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആയിട്ട് മാറുകയും ചെയ്തു. സോ ഇംഗ്ലീഷിന്റെ ഒരു ഉത്ഭവം എന്ന് പറയുന്നത് വെസ്റ്റ് ജർമാനിക് ബ്രാഞ്ച് ഓഫ് ലാംഗ്വേജിൽ നിന്നാണ്. സോ ഇത്രയുമാണ് കെൻഡം ഗ്രൂപ്പ് ഓഫ് ലാംഗ്വേജ് ഫാമിലിയിൽ ഉൾപ്പെടുന്ന ലാംഗ്വേജസ്. ഏതൊക്കെയാണ്? കെൽറ്റിക്, ഹെലനിക്, ഇറ്റാലിക് ആൻഡ് ജർമാനിക്. ഇതിൻ്റെയൊക്കെ ഫസ്റ്റ് ലെറ്റേഴ്സ് വെച്ച് നമുക്ക് CHIG ചിഗ് എന്ന് നമുക്ക് ഷോർട്ടായിട്ട് പഠിക്കാം. അപ്പോൾ നമുക്ക് എക്സാമിന് ഓർത്തിരിക്കാൻ എളുപ്പമായിരിക്കും. നെക്സ്റ്റ് നമുക്ക് ശതം ഗ്രൂപ്പ് ഓഫ് ലാംഗ്വേജസ് നോക്കാം. ശതം ഗ്രൂപ്പിലുള്ള ലാംഗ്വേജസ് ആണ് ഇൻഡോ ഇറാനിയൻ, അൽബേനിയൻ, ആർമേനിയൻ ആൻഡ് ബാൽട്ടോ സ്ലാവിക്. ഫസ്റ്റ് വൺ ഈസ് ഇൻഡോ ഇറാനിയൻ. ഇന്ത്യ, പാകിസ്ഥാൻ, ഇറാൻ, ബ്ലാക്ക് സീ ടു വെസ്റ്റേൺ ചൈന എന്നിവിടങ്ങളിലെല്ലാം സംസാരിച്ചിരുന്ന ഭാഷയാണ് ഇൻഡോ ഇറാനിയൻ. ഇൻഡോ ഇറാനിയന് 2 ബ്രാഞ്ചസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ഇൻഡിക് ആൻഡ് ഇറാനിയൻ. ഇൻഡിക് എന്ന് പറയുന്നത് സാൻസ്ക്രിറ്റ്, ഹിന്ദി, ഉറുദു, പഞ്ചാബി, ബംഗാളി തുടങ്ങിയ ഇന്ത്യൻ ലാംഗ്വേജസ് ആണ് ഉൾപ്പെടുന്നത്. ഇറാനിയൻ ഗ്രൂപ്പിൽ പെടുന്നത് ഓൾഡ് പേർഷ്യൻ ആൻഡ് അവസ്തൻ. ഈ അവസ്തൻ എന്ന് പറയുന്നത് സിസ്റ്റർ ഓഫ് സാൻസ്ക്രിറ്റ് എന്നാണ് അവസ്തൻ അറിയപ്പെട്ടിരുന്നത്. സൊറാസ്ട്രിയൻ റിലീജിയസ് ടെക്സ്റ്റിലൊക്കെ യൂസ് ചെയ്തിട്ടുള്ളത് അവസ്തൻ എന്ന ലാംഗ്വേജ് ആണ്. ഓൾഡ് പേർഷ്യൻ എന്ന് പറയുന്നത് നമുക്ക് അക്മനീഡ് ഡൈനാസ്റ്റിയിലുള്ള റോയൽ ഇൻസ്ക്രിപ്ഷൻസിലാണ് കാണാൻ സാധിക്കുക. ഈ ഓൾഡ് പേർഷ്യനിൽ പെട്ട മറ്റ് ഭാഷകളാണ് മോഡേൺ പേർഷ്യൻ അഥവാ ഫാർസി, പാഷ്തോ, കുർദിഷ് തുടങ്ങിയവ. ഇവയൊക്കെ സംസാരിക്കുന്നത് ഇറാഖ്, ഇറാൻ, അഫ്ഗാനിസ്ഥാൻ, താജിക്കിസ്ഥാൻ തുടങ്ങിയ സ്ഥലങ്ങളിലാണ്. Then the next one is Albanian. 7th century AD സംസാരിച്ചിരുന്ന ഭാഷയാണ് അൽബേനിയൻ. ഇറ്റ് ഈസ് ദ ലാസ്റ്റ് ബ്രാഞ്ച് ഓഫ് ഇൻഡോ യൂറോപ്യൻ ലാംഗ്വേജ് ടു അപ്പിയർ ഇൻ റിട്ടൺ ഫോം. ഈ ലാംഗ്വേജിന്റെ ഉത്ഭവത്തെക്കുറിച്ച് 2 തരത്തിലുള്ള ഹൈപ്പോത്തസിസ് ഉണ്ട്. അതായത് ഒന്ന്, ഈ ലാംഗ്വേജ് വന്നിട്ടുള്ള ഇല്ലിറിയൻ എന്ന് പറയുന്ന ലാംഗ്വേജിൽ നിന്നാണെന്ന് പറയുന്നു. മറ്റു ചിലർ പറയുന്നത് അത് ട്രേഷ്യൻ എന്ന് പറയുന്ന മറ്റൊരു ലാംഗ്വേജിൽ നിന്നാണ് ഉത്ഭവിച്ചതെന്ന് പറയുന്നു. ഇന്ന് അൽബേനിയ സംസാരിക്കുന്നത് അൽബേനിയൻ ലാംഗ്വേജ് സംസാരിക്കുന്നത് അൽബേനിയ, യുഗോസ്ലാവിയ, അതുപോലെ ഗ്രീസ്, റിപ്പബ്ലിക് ഓഫ് മാക്ഡോണിയ, സദേൺ ഇറ്റലി തുടങ്ങിയ സ്ഥലങ്ങളിലാണ്. Then the next one is Armenian. 5th century മുതൽ സംസാരിച്ചിരുന്ന ഒരു ഭാഷയാണ് Armenian. Armenians are migrants from Balkans to Anatolia. തുർക്കിയിലെ ലാഖ്വാൻ ഏരിയയിൽ അവർ സെറ്റിലായി അവിടെ അവരുടെ ഭാഷ സ്പ്രെഡ് ആവുകയാണ് ചെയ്തത്. അർമേനിയൻ ലാംഗ്വേജ് ഇസ് നോൺ ത്രൂ എ ബൈബിൾ റിട്ടൺ ഇൻ ദിസ് ലാംഗ്വേജ്. ആ ഭാഷയിൽ എഴുതിയിട്ടുള്ള ഒരു ബൈബിളിലൂടെയാണ് അർമേനിയൻ ലാംഗ്വേജിനെ നമുക്ക് അറിയാൻ സാധിക്കുന്നത്. Armenian language is found in a small area south of the Caucasus Mountain and eastern end of the Black Sea. പേർഷ്യക്കാരുടെ ഒരു വലിയ തരത്തിലുള്ള ഇമ്പാക്റ്റ്, സ്ട്രോങ് ലിംഗ്വിസ്റ്റിക് ഇമ്പാക്റ്റ് ഈ അർമേനിയൻ ലാംഗ്വേജിന്റെ മുകളിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പലരും അർമേനിയൻ ലാംഗ്വേജ് ഇറാനിയൻ ഗ്രൂപ്പിൽ പെട്ടതാണെന്ന് തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. സോ ദി നെക്സ്റ്റ് വൺ ഈസ് ബാൽട്ടോ സ്ലാവിക്. ബാൽട്ടോ സ്ലാവിക് ലാംഗ്വേജിനെ 2 സബ് ബ്രാഞ്ചസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ബാൽറ്റിക്, മറ്റൊന്ന് സ്ലാവിക്. ബാൽറ്റിക്കിൽപ്പെട്ട ലാംഗ്വേജസ് ആണ് പ്രിഷ്യൻ, ലിത്വാനിയൻ, ലറ്റിഷ്. സ്ലാവിക്കിനെ വീണ്ടും 3 ഭാഗമായിട്ട് തിരിച്ചിട്ടുണ്ട്: ഈസ്റ്റ്, വെസ്റ്റ് ആൻഡ് സൗത്ത്. ഈസ്റ്റ് ബ്രാഞ്ചിൽ പെട്ടതാണ് ഗ്രേറ്റ് റഷ്യൻ, വൈറ്റ് റഷ്യൻ ആൻഡ് ലിറ്റിൽ റഷ്യൻ. വെസ്റ്റിൽ പെട്ടതാണ് പോളിഷ്, ചെക്ക്, സെർബിയൻ. സൗത്തിൽ പെട്ടതാണ് ബൾഗേറിയ, സെർബോ ക്രൊയേഷ്യ ആൻഡ് സ്ലോവീൻ. ലാറ്റ്വിയൻ, ലിത്വേനിയൻ എന്നീ 2 ബാൾട്ടിക് ലാംഗ്വേജസ് ആണ് ഇന്നും സർവൈവ് ചെയ്യുന്നത്. ഇന്നും നിലനിൽക്കുന്ന സ്ലാവിക് ലാംഗ്വേജസ് ആണ് ബൾഗേറിയൻ, ചെക്ക്, ക്രൊയേഷ്യൻ, പോളിഷ്, സെർബിയൻ, സ്ലോവാക്, റഷ്യൻ എക്സെട്ര. സോ ഈ 4 ഗ്രൂപ്പുകളാണ് ശതം ഗ്രൂപ്പ് ഓഫ് ലാംഗ്വേജ് ഫാമിലിയിൽ വരുന്നത്.
ബാൽട്ടോ സ്ലാവിക്, അർമേനിയൻ, അൽബേനിയൻ ആൻഡ് ഇൻഡോ ഇറാനിയൻ. ഇതിനെ നമുക്ക് ബായ് എന്ന് ഒരു ഷോർട്ട് ഫോമിൽ പഠിച്ചു വെക്കാം. BAAI. ബാൽട്ടോ സ്ലാവിക്, അർമേനിയൻ, അൽബേനിയൻ, ഇൻഡോ ഇറാനിയൻ. നമുക്ക് എക്സാമിന് ഓർത്തിരിക്കാൻ എളുപ്പത്തിലാണ്. നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ ഷോർട്ട്സ് ഉണ്ടാക്കി പഠിക്കാം. ഇത്രയുമാണ് ഇൻഡോ യൂറോപ്യൻ ലാംഗ്വേജ് ഫാമിലി ഡിവിഷൻസ് പറയാനുള്ളത്. ഇനി ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്, അത് നെക്സ്റ്റ് വീഡിയോയിൽ പറയാം. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് പ്രതീക്ഷിക്കുന്നു. നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. ഗുഡ് ബൈ.